ഭാരതാംബ വിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിച്ച മന്ത്രിമാർ. ഗവർണറാണ് ഭരണഘടനാ ലംഘനം നടത്തുന്നതെന്ന ആരോപണം പരസ്യമായി ഉന്നയിച്ചാണ് വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന രാജ്ഭവൻ ആരോപണത്തിന് മന്ത്രിമാർ മറുപടി നൽകിയത്. വിവാദ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും മന്ത്രി ശിവൻകുട്ടിക്കെതിരെ തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ കടക്കില്ല. ഗവർണറോട് യാതൊരു മമതയുമില്ലെന്ന് പ്രഖ്യാപിച്ചാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ. ഗവർണർ രാജ്ഭവനിൽ സ്ഥാപിച്ച ഭാരതാംബയിലെ ഭൂപടം ഏത് രാജ്യത്തിന്റേതെന്ന ചോദ്യവും മന്ത്രിമാർ ഉയർത്തി. ഇന്നും കടുത്ത ഭാഷയിൽ ഗവർണറുടെ നിലപാടിനെ ചോദ്യം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി സാമൂഹ്യ മാധ്യമമായ എക്സിലും ഗവർണറോട് പോരിനിറങ്ങി. അദ്ദേഹത്തിന് ആര് കൊടുത്ത് ഈ അധികാരം പ്രഖ്യാപിക്കാൻ വേണ്ടി? ഒരു ഗവർണർമാരും ഭരണഘടനയെ പറയുന്നതിന് അപ്പുറമായിട്ട് ഒരു അധികാരം ഏറ്റെടുക്കണ്ട. ഒരു ഭരണഘടനയും പറയുന്നില്ല ഭാരതാംബയുടെ പടം വയ്ക്കണമെന്നുള്ളവർ. RSS ബിംബങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഇടമാക്കി രാജ്ഭവനെ മാറ്റരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഗവർണർ രാജ്ഭവനെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങോട്ട് മര്യാദ കാണിച്ചാൽ മാത്രം അങ്ങോട്ടും മര്യാദയെന്ന് കെ രാജനും ഗവർണർക്ക് മുന്നറിയിപ്പ് നൽകി. ഗവർണർ ഭരണഘടനാപരമായിട്ടുള്ള മര്യാദ കാണിച്ചേ മതിയാകും. അപ്പോഴാണ് മര്യാദ തിരിച്ചും കാണിക്കാൻ സർക്കാരിന് സാധ്യമാകുക. വിചാരധാരയല്ല ഗവർണറെ നയിക്കേണ്ടതെന്ന് ബിനോയ് വിശ്വം. ഒരു ഗവർണർക്ക് വഴികാട്ടിയാക്കേണ്ടത് സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. സർക്കാരിനൊപ്പമാണ് പ്രതിപക്ഷവും. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു ഒളിച്ചുകളിയുണ്ടെന്ന വിമർശനവും പ്രതിപക്ഷത്തിനുണ്ട്. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു, നന്നായി. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യാം, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഗവർണർക്ക് ശക്തമായിട്ട് കത്ത് നൽകുക. അതൃപ്തി രേഖാമൂലം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ രാജ്ഭവൻ ആലോചിച്ചിരുന്നെങ്കിലും സർക്കാർ കടുത്ത നിലപാടിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പിൻവാങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.